അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുത്തുമണികളെ, ആദ്യമായി യൂസുഫ് മുസ്ലിയാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അതോടൊപ്പം ലൈക്ക് അടിക്കുക, കമൻറ്റ് രേഖപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സിഹറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ ഇന്നലെ സിഹ്റു തഫ്രീഖിൻ്റെ വിഷയം സംസാരിച്ചു. സിഹ്റു തഫ്രീഖിന് വേണ്ട മന്ത്രങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നു. സിഹ്റു തഫ്രീഖ് കുടുംബത്തിനെ പിരിക്കാനും അതുപോലെ ബന്ധങ്ങളെ വേർപിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൈശാചികമായ സൂത്രമാണ് ഈ സിഹ്റു തഫ്രീഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബന്ധങ്ങൾ വേർപ്പെടുത്താനും മറ്റു കാര്യങ്ങൾക്കെല്ലാം വേണ്ടി. ഇനി നമുക്കറിയേണ്ടത് സിഹ്റുൽ മഹബ്ബ. എന്താണ് ഈ സിഹ്റുൽ മഹബ്ബ എന്ന് പറഞ്ഞാൽ? സിഹ്റുൽ മഹബ്ബ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. കുടുംബത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി ചില ആളുകൾക്ക് ഒരു അസൂയ, ഒരു മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു അസൂയുണ്ട്. എന്താണ്? ഞാനിപ്പോൾ കുടുംബത്തിനെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. കുടുംബത്തിലെ ആളുകളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ, അത് ഭാര്യയാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിലൊരാളാകട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളാകട്ടെ, നമ്മൾ അതിയായി നമ്മളെ മാത്രം സ്നേഹിക്കണം എന്നുള്ള ഒരു ചിന്താഗതി. ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിനെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, ഒപ്പം ഭാര്യമാരും മറ്റു കാര്യങ്ങളുമായി എല്ലാവരുമായി സഹകരിച്ച് ജീവിക്കുമ്പോൾ ചില ആളുകൾക്ക്, കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്തായി, ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല, എന്നെ മാത്രം സ്നേഹിക്കണം, മറ്റുള്ളവരെ ഒന്നും സ്നേഹിക്കാൻ പാടില്ല, എന്നെ അതിയായി സ്നേഹിക്കണം, ഞാൻ പറഞ്ഞതെല്ലാം കൊണ്ടുവരണം, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണം, മറ്റുള്ളവരെ ആരെയും സ്നേഹിക്കാൻ പാടില്ല എന്ന നിലക്കുള്ള അതിയായ ഒരു മഹബത്ത്, അത് പൈശാചികമായ കൃത്യമാണ്. നമ്മളെല്ലാവരെയും സ്നേഹിക്കേണ്ട ആളുകളാണ്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ. നമ്മളെല്ലാവരെയും മഹബത്ത് വെക്കേണ്ട ആളുകളാണ്. അപ്പോൾ ഒരാളെ മാത്രം അതിയായി സ്നേഹിക്കാൻ വേണ്ടി അസൂയ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സിഹിർ, അതും ഇങ്ങനെ ജ്യോത്സ്യന്മാരും മറ്റുമായി സമീപിച്ചുകൊണ്ട് അവരെടുത്ത് പോയി വിഷയം പറയും, കാര്യങ്ങൾ പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അതിന് വേണ്ട ക്രിയകൾ ചെയ്തു കൊടുക്കും. എന്നിട്ട് അത് ഇന്ന സ്ഥലത്ത് കുഴിച്ചിടാൻ വേണ്ടി പറയും, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപത്തിൽ കൈവശമായോ മറ്റെന്തോ രൂപമാകട്ടെ, അതങ്ങനെ നൽകും. അതിൻ്റെ ശേഷം ഇവരോട് വല്ലാത്ത മഹബത്തായിരിക്കും. ബാക്കിയുള്ള ആളുകളെ കാണുമ്പോഴൊക്കെ വലിയ വെറുപ്പ്, ഒരു ദേഷ്യം, എപ്പോഴും സംസാരിക്കുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുക, എപ്പോഴും സ്നേഹത്തോടെ കഴിഞ്ഞ ആളുകളോടൊക്കെ വെറുപ്പ് സമ്പാദിക്കുക, അവരോടൊക്കെ ദേഷ്യത്തിൽ സംസാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സാധാരണയായി ഉണ്ടാകുന്ന കാര്യങ്ങളെക്കാൾ അതിന് പകരമായി ആളുകളോട് എന്താകുക, ഇല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ഒരു വേണ്ടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക, അമിതമായി ദേഷ്യം വരിക, സ്നേഹം തീരെ ഇല്ലാതെയാകുക. ഇപ്പോൾ ഉമ്മാനെ സ്നേഹിക്കുമ്പോൾ ആ ഉമ്മാനെ സ്നേഹിക്കുന്നതില്ലാതെയാകുക, കുടുംബത്തിനോടുള്ള ബന്ധമില്ലാതെയാകുക. ഇത് ഈ ഒരു ആള് കാരണമായി നടക്കുന്ന ഒരു സിഹിറാണ് സിഹിറുൽ മഹബ്ബ എന്ന് പറഞ്ഞാൽ. വലിയ അപകടം നിറഞ്ഞ കാര്യമാണ്, വലിയ അപകടം നിറഞ്ഞ സംഭവമാണ് ഈ സിഹ്റുൽ മഹബ്ബ.
എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെന്താക്കണം? ബാത്തിലാക്കണം. അതെങ്ങനെയാണ് ബാത്തിലാക്കുക? സിഹറുൽ മഹബ്ബ ബാത്തിലാക്കണ്ടേ? അത് എങ്ങനെയാണ് ബാത്തിലാക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ തന്നെ ഓതുക. ഞാൻ അത് വഴിയായി പറഞ്ഞു തരാം. ആദ്യം സിഹ്റു തഫ്രീഖിന് പറഞ്ഞതുപോലെ തന്നെ ഹബീബരായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു ഫാത്തിഹ ഓതുക, ഒന്നാമത്. രണ്ടാമത് എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബുമാർ അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക. അതിൻ്റെ ശേഷം എല്ലാ മഹാന്മാരെയും ചേർത്തുകൊണ്ട് ഒരു ഫാത്തിഹ ഓതുക. അങ്ങനെ 3 ഫാത്തിഹകൾ ഓതുക. ശ്രദ്ധിക്കണം, ഓതുന്ന സമയത്ത് പൂർണ്ണമായും വിശ്വാസം വേണം. ഈ ചെല്ലുന്ന കാരണം കൊണ്ട് എൻ്റെ സിഹർ ബാത്തിലാകണം, ഇനി മുതൽ ഇങ്ങനെയുള്ള സിഹറുകൾ ഉണ്ടാകാൻ പാടില്ല, ഇത് ജീവിതത്തിൽ സംഭവിക്കാതെ അള്ളാഹുവെ നീ കാക്കണം എന്ന നിയ്യത്തോടെ എന്ന ദുആ ഒക്കെ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുക. ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അതിന് ഫലം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് 3 ഫാത്തിഹ ഓതുക. അത് ഒന്നാമത് ഹബീബരായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഓതുക. രണ്ടാമത് അവിടുത്തെ അസ്ഹാബുമാരുടെ പേരിൽ ഓതുക. മൂന്നാമത് ലോകത്തുള്ള സർവ്വ മഹാന്മാരുടെ പേരിൽ 3 ഫാത്തിഹ ഓതുക. ശേഷം സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. എന്ന ഈ ആയത്തുകൾ എന്താക്കുക? ഓതുക. പതിവായി ഓതണം. ഈ ആയത്ത് ഓതുക. അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം? സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്ർ وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. ഈ ആയത്ത് 3 പ്രാവശ്യം ഓതുക. അതിൻ്റെ ശേഷം فلما ألقوا قال موسى ما جئتم بالسحر إن الله سيبطله إن الله لا يصلح عمل المفسدين എന്ന ആയത്ത് ഓതുക. അതിൻ്റെ ശേഷം സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, ആമന റസൂൽ, അത് ഓതുക. അതിൻ്റെ ശേഷം സൂറത്തുൽ ഹശ്റിലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ എന്ന് പറയുന്ന അസ്മാഉൽ ഹുസ്ന അടങ്ങുന്ന ആയത്തുകൾ ഇതും ഓതുക. അതിൻ്റെ ശേഷം
അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തു താജ് ഇത് ചെല്ലുക. സ്വലാത്തു താജ് ഇത് ചെല്ലുക. ഇതൊക്കെ ചെല്ലുമ്പോൾ തൊട്ടടുത്ത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ടാകണം? ഒരു കുപ്പി വെള്ളം, അതല്ലെങ്കിൽ ഒരു പാന് എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ കന്നഡ ഭാഷയിൽ ബിന്ദിക എന്ന് പറയും, പിന്നെ ഇന്ത്യയിൽ പാനിന്നോ അങ്ങനെ എന്തോ ആണ് പറയുക. എന്നിരുന്നാലും എന്താക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏതോ ഭാഷയിൽ കുടം എന്നൊക്കെ പറയും, അത് കരുതുക. അതിൽ വെള്ളം കരുതുക. അതിൽ ഈ പറയപ്പെട്ട ആയത്തുകളെല്ലാം ഓതി മന്ത്രിക്കുക. ശേഷം ആ വെള്ളത്തിൽ ആർക്കാണോ ഈ സിഹിർ ബാധിച്ചത് അവരെന്താക്കണം? ഈ വെള്ളത്തിൽ കുളിക്കുക, അല്പം കുടിക്കുക. ഇതുപോലെ 21 ദിവസം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് സിഹിറുൽ മഹബ്ബ ബാത്തിലാക്കും. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ആത്മാർത്ഥത വേണം. ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയേറെ ആത്മാർത്ഥത ഉണ്ടാകണം. എന്നാൽ മാത്രമേ അതിന് പൂർണ്ണമായ ഫലം ലഭിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം റഹ്മത്തും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ സിഹിറുകളെല്ലാം ബാത്തിലാക്കി തരട്ടെ. രോഗങ്ങളെല്ലാം ഷിഫയാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.